എന്തായാലും എന്നെ അറിയിക്കണം. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ അല്ലെങ്കിൽ അത് ബോറാണോ എന്താണെന്നത്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഗൈസ്, ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഡിജിൻ്റെ നമ്മളെ പുതിയ ക്യാമറ ആയിട്ടുള്ള ഓസ്മോ ആക്ഷൻ 4 എന്ന് പറഞ്ഞ സീരീസിലുള്ള പുതിയൊരു ക്യാമറേൻ്റെ അൺബോക്സിങ്, അതിൻ്റെ ചെറിയൊരു റിവ്യൂ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മളിത് ജസ്റ്റ് അൺബോക്സ് ചെയ്യുന്നതാണ്. അതിൻ്റെ അകത്തുള്ള വരുന്ന ആക്സസറീസും അതിൻ്റെ ബാക്കിയുള്ള ക്യാമറേനെ പറ്റിയിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു ക്വിക്കായിട്ടുള്ള ഒരു എന്താ പറയുക, നിങ്ങളുടെ അടുത്ത് ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ അതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ആ ബോക്സിൻ്റെ അകത്ത് നമുക്ക് ഫസ്റ്റ് കിട്ടണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഇതുപോലെ ബോക്സായിട്ടാണ്. ഒന്ന് ക്യാമറ തന്നെയാണ്, ക്യാമറ ഇതുപോലെ ഒരു പാക്കിങ്ങിലാണ് വരുന്നത്. ഓക്കെ, നമുക്കതിനെ മാറ്റി വെക്കാൻ ലാസ്റ്റ് നോക്കാം. പിന്നെ വരുന്നത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആക്സസറീസാണ് അത്. അപ്പോൾ ആ ഒരു ആക്സസറീസിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിൻ്റെ പാക്കിംഗ് ആണ്. ഇതതിൻ്റെ പവർ ആൻഡ് ഡാറ്റ കേബിൾ ഇതൊക്കെ വരുന്ന ഒരു സംഭവം. ഇതതിൻ്റെ സേഫ്റ്റി കേസാണ്. അതിൻ്റെ കൂടെ തന്നെ ആ ഒരു കേസ് വരുന്നത് അതൊരു വലിയൊരു ഇതായിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇത് ബാറ്ററി, പിന്നെ അതുപോലെ ഇതതിൻ്റെ നമ്മൾ ഹെൽമെറ്റിലൊക്കെ ഫിക്സ് ചെയ്യാനുള്ള അതിൻ്റെ ഒരു ക്ലാമ്പ് കാര്യങ്ങളൊക്കെയാണ്. ഒരു ബ്രാക്കറ്റ് കാര്യങ്ങളൊക്കെ നമുക്കിതിൻ്റെ കൂടെ ഇത്രയും പാർട്സാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് ആക്സസറീസ് കിട്ടുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല സ്ട്രോങ് മെറ്റൽ ഇതായിരുന്നു കേട്ടോ. ഇത് പ്ലാസ്റ്റിക്കാണ്, ഡബിൾ സൈഡ് ടാപ്പ് വരുന്നുണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ ഈ ഒരു ഡബിൾ സൈഡ് ടാപ്പ് നമുക്ക് ഹെൽമെറ്റിൽ ഫിറ്റ് ചെയ്യാം. നമുക്ക് എന്താണ് മൗണ്ടിങ് ബൈക്കൊക്കെ എടുത്ത് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇതാണ് പവർ കേബിൾ, ഡാറ്റ കേബിളായിട്ടാണ് യൂസ് ചെയ്യാം. പിന്നെ ഇത് ഇതിൻ്റെ ഫിക്സ് ചെയ്യുന്നത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഫിക്സ് ചെയ്യുന്നതാണ്. ഇത് അതിൻ്റെ ഫ്രണ്ട് ലെൻസിൻ്റെ ഒരു സ്പെയർ നമുക്കതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. ഇൻ കേസ് അതൊക്കെ വീണ അതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് പൊട്ടാണെങ്കിൽ നമുക്ക് അത് മാറ്റി ഉപയോഗിക്കാനായിരിക്കും. ഇതാണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത്. നമുക്കിതിൻ്റെ കൂടെ ഒരു ബാറ്ററിയാണ് നമുക്കിതിൻ്റെ അകത്ത് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ക്യാമറ തുറന്ന് നോക്കാം. ക്യാമറേൻ്റെ അകത്ത് അത്രയും ആ ഒരു കോമ്പാക്ട് സൈസ്, നമുക്ക് ആ ഒരു എന്താ പറയുക, ഭയങ്കര രസമുണ്ടായി ആ ഒരു ഇത്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് 2 സ്ക്രീനാണ് വരുന്നത്, ഫ്രണ്ടിലും ബാക്കിലുമായിട്ട്. പിന്നെ അതുപോലെ ഈ സൈഡിൽ ഇതിൻ്റെ പവർ ബട്ടൺ ഉണ്ട്. അതിൻ്റെ ബാക്കിൽ അതിൻ്റെ അടിവശത്തായിട്ട് അതിൻ്റെ മാഗ്നറ്റിക് ലോക്ക് ഇത് വരുന്നത്. ഈ സൈഡിലാണ് ഇതിൻ്റെ ബാറ്ററീൻ്റെ സ്ലോട്ടും വരുന്നത്. അതുപോലെ മെമ്മറി കാർഡിൻ്റെ സ്ലോട്ടും ആ ഒരു സൈഡിൽ തന്നെയാണ് വരുന്നത്. ഇതാണ് ക്യാമറേൻ്റെ ഫ്രണ്ട് ലെൻസ് വരുന്നത്. ഈ ഒരു ചെറിയ ഇത് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പവറിൻ്റെ അത് അതിൻ്റെ ഒരു കണക്ഷൻ ചെയ്യേണ്ട ആ ഒരു സ്ലോട്ടും അത് തന്നെയാണ് നമുക്ക് ഡാറ്റ കേബിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ അകത്ത് നമുക്ക് ബാറ്ററി ഇട്ട് നോക്കാം. അപ്പോൾ ബാറ്ററി ഇടുമ്പോൾ നിങ്ങൾ ആ ഒരു ചെറിയൊരു ആ ഒരു എന്താ പറയുക, അതിൻ്റെ ആ ഒരു ഇത് ശരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ലൊക്കേഷൻ മനസ്സിലാവും, എവിടെയാണ് അതിൻ്റെ ആ ഒരു ടീത്ത് എവിടെ കൊള്ളണ്ടേന്നുള്ളത്. അപ്പോൾ സ്വിച്ച് ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആദ്യം നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. പിന്നെ ഇതുപോലെ നമുക്ക് മൊബൈലായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്കാൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലെല്ലാം ഇതുപോലെ അതിൻ്റെ എന്താ പറയുക, ആദ്യൊരു ഇതുപോലെ ഒരു ഡെമോ വീഡിയോ അതിനകത്ത് കാണിക്കുന്നുണ്ട്. ഫുൾ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ആ ഒരു ഇത് സംഭവം ചെയ്താൽ തന്നെ ഒരു തരത്തിലുള്ള റിവ്യൂ വീഡിയോസും കാണേണ്ട ആവശ്യമില്ല. അവർ പക്ക പെർഫെക്റ്റ് ആയിട്ട് വീഡിയോസൊക്കെ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കൂടുതൽ സെറ്റിങ്സും കാര്യങ്ങളൊന്നും വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇതിൻ്റെ അകത്ത് വലിയ പറയാതെ. ഇത് ഞാൻ ഉദ്ദേശിച്ചത് ഇതെങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഐറ്റംസാണ്, ആക്സസറീസാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി, ഇതൊക്കെയാണ് ഞാൻ ഇതിൻ്റെ അകത്ത് പറയാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ബാക്കിയുള്ള സെറ്റിങ്സ്, വൈഡ് സെറ്റിങ്സ്, അതുപോലെയുള്ള സ്ലോ മോഷൻ ഉണ്ട്, അതുപോലെ ടൈം സ്ലാപ്പ് ഉണ്ട്. അപ്പോൾ എല്ലാം ആ ഒരു ടൈം സ്ലാപ്പിൻ്റെയൊക്കെ അത്രയും ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഒരുപാട് ടെസ്റ്റ് ഡ്രൈവൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ ലാസ്റ്റിലായിട്ട് ഞാൻ ഇതിൻ്റെയൊക്കെ വീഡിയോ ഔട്ട്പുട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മിസ് ചെയ്യാതെ കാണുക. ആ ഒരു വീഡിയോ ഔട്ട്പുട്ട് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും എത്രത്തോളം വൃത്തിയാണ് നമ്മൾ ഈ ഒരു ക്യാമറ എന്നുള്ളത്.
ക്യാമറ ഇവിടെ സെറ്റ് ചെയ്തിട്ട് ഒരു ഡ്രൈവ് പോകാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ലൈക്ക് ആ ഒരു RC കാറിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോകുന്ന ആ ഒരു റോഡൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ ആ ഒരു വഴികളും കാര്യങ്ങളൊക്കെ, അപ്പം ഒരു കുറച്ചും കൂടി ഒരു ഫീൽ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ എന്തായാലും അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്തായാലും എന്നെ അറിയിക്കണം. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ അല്ലെങ്കിൽ അത് ബോറാണോ എന്താണെന്നുള്ളത്. ഓക്കെ ഗൈസ്, ഇതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ളത് നമ്മൾ ഇതുപോലെ സൺറൂഫ്, എൻ്റെ കാറിൻ്റെ സൺറൂഫ് ഓപ്പൺ ചെയ്തിട്ട് അവിടെ ഇതിൻ്റെ അകത്തൊരു ക്ലിപ്പ് വരുന്നുണ്ടായിരുന്നു. ആ ക്ലിപ്പിൽ ഇത് ഫിക്സ് ചെയ്തിട്ട് അവിടെ വെച്ചതാണ്. നമ്മളെ ക്യാമറ അവിടെ ഫിറ്റ് ചെയ്തിട്ട് ഒരു ചെറിയൊരു ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ടുണ്ടായി. സംഭവം ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു ഗൈസ്. അത്രയും പെർഫെക്റ്റ് ക്വാളിറ്റിയാണ് ഇതിൻ്റെ അകത്ത് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, ഞാൻ ഉപയോഗിക്കുന്നത് iPhone 14 Pro ആണ് ഫോൺ. എൻ്റെ എല്ലാ വീഡിയോസും ഞാൻ ഉപയോഗിച്ചിരുന്നത്. എനിക്ക് അത്രയും ആ ഒരു സെയിം എഫക്റ്റോ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ എഫക്റ്റ് എനിക്ക് ഈ ഒരു ക്യാമറയിലും എനിക്ക് കിട്ടിയിട്ടുണ്ട്. സംഭവം അത്രയും ഫാസ്റ്റ് മൂവിങ് ആണ് നമ്മുടെ വണ്ടി. അപ്പോഴും ഒരു ബ്ലററോ അല്ലെങ്കിൽ ഒരു ഷെയ്ക്ക് കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ടുള്ള വീഡിയോസാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്ന ഇപ്പം ഒരുപാട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കണം എന്നത്ര നിർബന്ധമൊന്നുമില്ല. ഈ ഒരു പ്രൈസിന് കിട്ടുന്നത് നിങ്ങൾക്ക് വാങ്ങിച്ചു കഴിഞ്ഞാലും ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഇത് ഒരുപാട് എന്താ പറയുക, അധികമാണെന്ന് തന്നെ പറയാം. അത്രയും അടിപൊളി ക്വാളിറ്റിയുള്ള സാധനം. സംഭവം ഒരു രക്ഷയില്ല. ഇത് ഇവിടുത്തെ UK-ലത്തെ കുറച്ചൊരു കൺട്രീസ് ആയിട്ടുള്ള റോഡിലേക്ക് കൂടി ഞാനൊന്ന് ഇങ്ങനെ ടെസ്റ്റ് ഡ്രൈവ് പോയതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ ഒരു കമൻറ്റ് എൻ്റെ അടുത്ത്, നിങ്ങൾ ആ ഒരു ഫീഡ്ബാക്ക് എന്തായാലും കമൻ്റായിട്ട് എഴുതി അറിയിക്കുക. ലൈക്ക് ഈ ഒരു ടൈപ്പ് വീഡിയോസ് എൻ്റെ ഇനിയുള്ള ടെസ്റ്റ് ഡ്രൈവ് വീഡിയോയിൽ എന്താ പറയുക ഇൻക്ലൂഡ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത്. ഓക്കെ, കാരണം ഞാൻ പോകുന്ന ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോകുന്ന ലൊക്കേഷനൊക്കെ എനിക്ക് ഇതുപോലെ എടുത്ത് നിങ്ങൾ കാണിക്കണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അതുകൊണ്ട് ചോദിച്ചതാണ്. ഇതാണ് നമ്മൾ RC കാറിൻ്റെ മുകളിൽ ഇതുപോലെ ഡബിൾ സൈഡ് ടാപ്പ് വെച്ച് ഇതുപോലെ ആ ഒരു ബ്രാക്കറ്റ് അവിടെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അതവിടെ ഫിക്സ് ചെയ്ത് ലൈക്ക് എന്നിട്ട് ഈ ക്യാമറേൻ്റെ ഇതും ജസ്റ്റ് ഒന്ന് അവിടെ അതിൻ്റെ അകത്തൊരു ചെറിയൊരു വേറെ ടൈപ്പ് ഒരു ക്ലാമ്പാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ആ ഒരു ക്ലാമ്പ് അതിന് ഫിറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് നൈസായിട്ട് ഒരു സ്ലൈഡ് അതവിടെ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കയറ്റി വെക്കേണ്ട ആവശ്യമുണ്ടായിരുന്നുള്ളൂ. വേറെ ഫിറ്റിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. വേറെ അങ്ങനെ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രൂവോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. വളരെ സിമ്പിളാണ്. നമ്മൾ വണ്ടിയിൽ ഇത് വെച്ചു, സ്വിച്ച് ഓൺ ചെയ്തു, എന്നിട്ടുള്ള ടെസ്റ്റ് ഡ്രൈവ്. അതൊരു 1.5 വ്യൂ ആണ് ഗൈസ്, കണ്ടു നോക്കി. അപ്പോൾ ഇനിയുള്ള നമ്മളെ വീഡിയോസിൽ നമ്മൾ ഇതുപോലെയുള്ള വ്യൂസും കൂടിയിട്ട് നമ്മളെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്താണ് നിങ്ങളെ ഫീഡ്ബാക്ക് എന്തായാലും കമൻസ് ആയിട്ട് അറിയിക്കുക. ബിക്കോസ് അപ്പോൾ നമുക്കത് കുറച്ചും കൂടി ചെയ്യാനുള്ള ആ ഒരു ഇതുണ്ടാവും, ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതല്ല നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ അത് ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ. സോ അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ആ ഒരു ഫീഡ്ബാക്ക് എന്തായാലും കമൻസിലൂടെ എഴുതി അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഞാനൊരു വീഡിയോ ഏത് ടൈപ്പ് വീഡിയോ ചെയ്ത് കഴിഞ്ഞാലും അത് ആയിരിക്കെങ്കിലൊക്കെ യൂസ്ഫുൾ ആവണം എന്നുള്ള ഒത്തിരി മൈൻഡിലാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ വെറുതെ ഏതെങ്കിലും ഒരു ഇത് ചെയ്ത എന്തെങ്കിലും ഒരു വീഡിയോ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് ചെയ്യുക അങ്ങനെ ഒരിക്കലും ഞാൻ ചെയ്യാറില്ല. ബിക്കോസ് അത് ഒരാൾ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്ത് കാണുമ്പോൾ അത് അവർക്കത് യൂസ്ഫുൾ ആവണം എന്നുള്ളൊരു മൈൻഡിലും കൂടിയിട്ടാണ് ഞാൻ ഈ ചെയ്യുന്നത്. സോ നിങ്ങൾ എന്തായാലും ഫീഡ്ബാക്ക് കൊണ്ട് അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ അത് ഇമ്പ്രൂവ് ചെയ്യാം. ഗൈസ്, ഈ ഒരു വ്യൂസ് എനിക്ക് അത്ര ഇഷ്ടമായി കേട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായി. എട്ടിൻ്റെ പണിയായിപ്പോയി. സോ ഇതിൻ്റെ അകത്ത് വണ്ടീൻ്റെ പവർ പവർ അനുസരിച്ച് കാണുന്നുണ്ട്.
ഗൈസ് താങ്ക് യു സോ മച്ച് നിങ്ങളുടെ സപ്പോർട്ടിനും നിങ്ങൾ ഇത്രയും വീഡിയോസ് വാച്ച് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാത്തിനും ഇത്രയും കമൻസ് ചെയ്യുന്നതിനും എല്ലാത്തിനും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയി എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും നിങ്ങൾ ഓരോരോ ഫീഡ്ബാക്ക് നമുക്ക് കമൻസ് ആയിട്ട് എഴുതി അറിയിക്കുക. താങ്ക്സ് ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണാം.